കൃഷ്ണ ഗുരുവായൂരപ്പാ ശരണം. പൊന്നുഗുരുവായൂരപ്പനെന്ന് ഉച്ചപൂജ കളഭാലങ്കാരം എല്ലാം ഭംഗിയായിട്ട് നടന്നു. ഗുരുവായൂരപ്പ അനുഗ്രഹിക്കണേ, ഞങ്ങളെ കൂടെ ഉണ്ടാവണേ. ഇന്നത്തെ കളഭാലങ്കാരം ദശാവതാരത്തിലെ ആദ്യത്തെ അവതാരമായ മത്സ്യാവതാര മൂർത്തിയായിട്ടാണ് ചാർത്തിരിക്കുന്നത്. അരക്ക് കീഴ്പ്പെട്ട് മത്സ്യത്തിന്റെ രൂപത്തിൽ അരക്ക് മേപ്പെട്ട് മഹാപ്രഭുവിന്റെ രൂപത്തിലാണ് ചാർത്തിരിക്കുന്നത്. അരക്ക് കീഴ്പ്പെട്ടൊക്കെയുള്ള മത്സ്യത്തിന്റെ രൂപത്തിൽ ഇങ്ങനെ മത്സ്യത്തിന് വാല പോലെ ഇങ്ങനെ വളച്ച് നല്ല രസമായിട്ട് ചാർത്തിയിട്ടുണ്ട്. കളപ്പത്ത് കൊണ്ട് നല്ല ഭംഗിയായിട്ട് മത്സ്യത്തിന്റെ ശൽക്കങ്ങളൊക്കെ ആയിട്ട് നല്ല രസമായിട്ട് മത്സ്യത്തിന്റെ രൂപം ചാർത്തിയിട്ടുണ്ട്. അരയിൽ കിങ്ങിണിയുണ്ട്, കഴുത്തിലൊരു മുല്ലമൊട്ടുമാല, ഒരു മാങ്ങാമാല കഴുത്തിനോട് ചേർന്ന് വളയുമ്പോൾ ഇത്തിരി മാലയും ചാർത്തിയിട്ടുണ്ട്. കൈവളകൾ തോൾവളകളൊക്കെ ചാർത്തിയിട്ടുണ്ട്. 4 കൈകളോട് കൂടിയിട്ടാണ് മത്സ്യാവതാരമൂർത്തി കേട്ടോ. ശംഖുചക്ര ഗതാപത്മത്തോടു കൂടി, ശംഖും ചക്രം സ്വർണ്ണത്തിൻ്റെ കൊടുത്തിട്ടുണ്ട്. ഗത ചന്ദനം കൊണ്ടാണ് ചാർത്തിരിക്കുന്നത്. പത്മം ഒരു താമരപ്പൂ കയ്യിൽ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ പൊന്നുണ്ണിക്കണ്ണൻ പൊന്നു ഗുരുവായൂരപ്പൻ എന്ന് മത്സ്യാവതാരമൂർത്തിയുടെ ശ്രീലകത്ത് ശംഖചക്ര ഗതാപത്മത്തോട് കൂടിയിട്ട് എല്ലാവരും അനുഗ്രഹിച്ചുകൊണ്ട് എല്ലാവരും ഞാൻ രക്ഷിക്കാൻ തയ്യാറാണെന്നുള്ള ഭാവത്തിലാണ് നിൽക്കുന്ന മത്സ്യാവതാരമൂർത്തി കേട്ടോ. ചെവിയിൽ ചെവിപ്പൂക്കൾ, നെറ്റിവിൻ്റെ സ്വർണ്ണഗോപി മന്ദഹാസത്തോടു കൂടി അനുഗ്രഹിക്കാൻ തയ്യാറായിട്ട് അവതാരമൂർത്തി ആ ശ്രീലകത്ത് നിൽക്കണത് കേട്ടോ. നല്ല ഭംഗിയായിട്ട് ചാർത്തിയിട്ടുണ്ട്. പൊന്നുകിരീടം ചാർത്തിയിട്ടുണ്ട്. പൊന്നുകിരീടത്തിൻ്റെ മുകളിൽ തെച്ചി തുളസിയായിട്ടൊരു തിരുമുടിമാല, താമര തുളസിയായിട്ടൊരു തിരുമുടിമാല, 2 തിരുമുടിമാലകളാണ് ചാർത്തിയിരിക്കുന്നത്. അതുപോലെ കഴുത്തിന് നല്ല ഭംഗിയുള്ള 2 ഉണ്ടമാലകൾ, താമര തുളസി തെച്ചിയായിട്ടൊരു ഉണ്ടമാല, മറ്റൊരു തെച്ചിപ്പൂ മാത്രമായിട്ട് ഇടയിൽ കുറേശ്ശെ തുളസിപ്പൂവായിട്ട്, അങ്ങനെ നല്ല ഭംഗിയുള്ള 2 ഉണ്ടമാലകൾ. ഈ 2 ഉണ്ടമാലകളുടെയും 2 തിരുമുടിമാലകളുടെയും നടുവിലാണ് നമ്മുടെ പൊന്നു ഗുരുവായൂരപ്പൻ നിന്ന് മത്സ്യാവതാരമൂർത്തിയായിട്ട് നിൽക്കണത് കേട്ടോ. അനുഗ്രഹിച്ചുകൊണ്ടാണ് നിൽക്കുന്നത്. എല്ലാവരും സംരക്ഷിക്കാൻ തയ്യാറായിക്കൊണ്ട് നിൽക്കുന്ന മത്സ്യാവതാരമൂർത്തി. ഈ തിരുമുടിമാലകളുടെ മുകളിൽ വിധാനമായിട്ട് 4-5 ഉണ്ടമാലകൾ ചാർത്തിയിട്ടുണ്ട്. താമരയും തുളസിയായിട്ട് തന്നെ 2 എണ്ണം, തെച്ചിയും തുളസിയായിട്ട് 1 എണ്ണം, വെളുത്ത പൂവും തുളസിയായിട്ട് 1 എണ്ണം, പിന്നെ കണ്ണന് പ്രിയപ്പെട്ട തുളസിപ്പൂ കൊണ്ടുള്ള ഒരു 3 എണ്ണം, അങ്ങനെ 5-6 ഉണ്ടമാലകൾ വിധാനമായിട്ടും ചാർത്തിയിട്ടുണ്ട്. ഈ ഉണ്ടമാലകളുടെയും തിരുമുടിമാലകളുടെയും നടുവിൽ നമ്മുടെ പൊന്നു ഗുരുവായൂരപ്പൻ മത്സ്യാവതാരമൂർത്തിയായിട്ട് എല്ലാവരും അനുഗ്രഹിക്കാൻ തയ്യാറായി നിൽക്കുകയാണ്. നാരായണ അനുഗ്രഹിക്കണേ. കാൽ തെറ്റി വീഴുകയും കാണികൾ നോക്കി കൈ കൊട്ടി ചിരിക്കുകയും ചെയ്തിടുമ്പോൾ മങ്ങാത്ത പുഞ്ചിരി തഞ്ചും നിന്നാനനം ബാഷ്പത്താൽ ആർദ്രമായി തീർന്നിടുന്നു. ഈയൊരു കാരണം കൊണ്ടു നീ വിഡ്ഢിയായെങ്കിൽ ഈ സന്ധ്യയ്ക്കു മന്ദം മന്ദം സുസ്മിതം തൂക്കുന്നൊരാമ്പനും മഞ്ഞാകും, കണ്ണുനീർ വാർക്കയാൽ വിഡ്ഢിയാകും. ആളുകൾ വായയിൽ തോന്നിയതോരോന്നു ചൊല്ലട്ടെ, വായ കടഞ്ഞിടട്ടെ. ഗുരുവായൂരപ്പ അനുഗ്രഹിക്കണേ. ശ്രീലകത്തതാ പൊന്നു ഗുരുവായൂരപ്പൻ എന്ന് മത്സ്യാവതാരമൂർത്തിയായിട്ട് ശംഖചക്ര കഥാപത്മത്തോടു കൂടി ശ്രീലകത്ത് ചാർത്തിയിട്ടുണ്ട്. നല്ല കൗതുകത്തിന് നല്ല ഭംഗിയായിട്ട് ചാർത്തിയിട്ടുണ്ട്. കണ്ടാൽ തന്നെ നല്ല സന്തോഷമാവും. ആ മത്സ്യാവതാരമൂർത്തിയെ മനസ്സിൽ സ്മരിച്ചിട്ട് വീണ് നമസ്കരിക്കുക. പൊന്നു ഗുരുവായൂരപ്പൻ്റെ തൃപ്പാദം മുറുകെ പിടിച്ച് ആ മത്സ്യാവതാരമൂർത്തിയുടെ തിരുമുഖം നോക്കിയിട്ട് അനുഗ്രഹിക്കണേ, കൈവടിയരുതേ കൈവടിയരുതേ എന്നുള്ള പ്രാർത്ഥനയോട് കൂടി എപ്പോഴും കൂടെ ഉണ്ടാവണം എന്നുള്ള പ്രാർത്ഥനയോട് കൂടി നമുക്ക് ഉറക്ക നാമം ജപിക്കാം. ആ പൊന്നു ഗുരുവായൂരപ്പൻ നമ്മൾ അനുഗ്രഹിക്കാൻ തയ്യാറായിട്ടാണ് ശ്രീലകത്ത് നിൽക്കണം കേട്ടോ. ജപിക്കല്ലേ നാമം. അങ്ങനെ ആ തിരുമുഖം നോക്കി ഉറക്ക നാമം ജപിക്കാം നമുക്ക്. പൊന്നു ഗുരുവായൂരപ്പൻ നമ്മുടെ കൂടെ ഉണ്ട്. നാരായണ 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 ഹരേ ഹരേ.